മഴ ശക്തമാകുമ്പോഴും അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുന്നത് നേരിയ അളവിൽ മാത്രം. ഇടുക്കി അണക്കെട്ടിൽ നിലവിലുള്ളത് 33% ജലമാണ്. മൂലമറ്റം പവർ ഹൌസിൽ വൈദ്യുതി ഉൽപ്പാദനം കൂട്ടിയതും ജലനിരപ്പ് താഴാൻ കാരണമായി. മഴ ശക്തമാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് വൈദ്യുതി ഉൽപ്പാദനം കൂട്ടിയത്. എന്നാൽ ചെറുകിട അണക്കെട്ടുകളിൽ മാട്ടുപ്പെട്ടിയിൽ മാത്രമാണ് 60% മുകളിൽ ജലനിരപ്പുള്ളത്. മഴ ശക്തമായി പെയ്തിറങ്ങുമ്പോൾ ഇത്തവണ അണക്കെട്ടുകളിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇടുക്കിയിലില്ല. ഇടുക്കി അണക്കെട്ടിൽ നിലവിലുള്ളത് 33% വെള്ളം മാത്രമാണ്. വരും ദിവസങ്ങളിൽ മഴ ശക്തമായാലും ജലനിരപ്പ് ക്രമീകരിച്ചു നിർത്തി ഇത്തവണ അണക്കെട്ട് തുറക്കുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ KSEB മൂലമറ്റം പവർ ഹൌസിൽ വൈദ്യുതി ഉൽപാദനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മൺസൂൺ എത്തുന്നതിനു മുമ്പ് ജലനിരപ്പ് 2300 അടിയിൽ താഴ്ത്തി നിർത്തി കഴിഞ്ഞ വർഷം ഷട്ടർ തുറക്കുന്നത് ഒഴിവാക്കുവാൻ കഴിഞ്ഞു. ഇത് ഇത്തവണയും ആവർത്തിക്കുവാനാണ് KSEBയുടെ നീക്കം. അതേസമയം ജില്ലയിലെ ചെറുകിട അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴ്ന്നു നിൽക്കുന്ന സാഹചര്യമാണ്. മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ മാത്രമാണ് 60% മുകളിൽ ജലനിരപ്പുള്ളത്. കുണ്ടള അണക്കെട്ടിൽ 13%, ആനയിറങ്കലിൽ 2%, പൊന്മുടി അണക്കെട്ടിൽ 47%മാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. മഴ മുന്നറിയിപ്പ് മുന്നിൽ കണ്ട് തുറക്കുന്നതിന് അനുമതി വാങ്ങിയ കല്ലാറുകുട്ടി അണക്കെട്ടിൽ ഇനിയും 2 മീറ്റർ കൂടി ജലനിരപ്പ് ഉയരണം പരമാവധി സംഭരണശേഷിയിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോഴും അണക്കെട്ടുകളിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല. ഇടുക്കി അടക്കമുള്ള അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരാൻ ഇനിയും ശക്തമായ മഴ ഇടുക്കിയിൽ പെയ്തിറങ്ങണം. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.